ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപ് ട്രിപ്പിൻ്റെ ഡേ 2 ആണ് ഇന്ന് രാവിലെ തന്നെ ഇവർ ഞങ്ങളെല്ലാം കൂട്ടിക്കൊണ്ട് ഒരു കപ്പലയിൽ കയറ്റിക്കൊണ്ട് ഡോൾഫിനെ കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഡോൾഫിനെ എല്ലാം കണ്ടു. എല്ലാവരും കൂട്ടത്തോടെ ചാടുന്ന കണ്ടപ്പോൾ ഇവിടെ ഒരാൾ ഒറ്റയ്ക്ക് സ്കോർ ചെയ്യുന്ന കണ്ടില്ലേ, ആഹാ അടിപൊളി. അങ്ങനെ ഡോൾഫിനെ എല്ലാം കണ്ട് കുറേ നേരം അങ്ങനെ ബോട്ടിൽ സ്പെൻഡ് ചെയ്ത് ഉച്ചയ്ക്ക് ഫുഡും അവിടെ നിന്നാണ് കേട്ടോ കഴിച്ചത്. ഇവർ പാഴ്സൽ എടുത്തായിരുന്നു. അത് കഴിഞ്ഞപാടെ നമുക്ക് സ്നോർക്ലിംഗ് ആണ് അടുത്ത് ചെയ്യാനുള്ളത്. അപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ വേണ്ടേ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ സ്നോർക്ലിങ്ങിൻ്റെ മാസ്ക് ഇട്ട് സകല ദൈവങ്ങളെയും വിളിച്ച് ഞാൻ തേണ്ട ഇറങ്ങി. ഇതിൽ നമുക്ക് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടന്ന കോറൽസും ഫിഷസിനൊക്കെ കാണാൻ പറ്റും കേട്ടോ. അടുത്ത ദിവസം ഞങ്ങൾക്ക് സ്കൂബ ഡൈവിങ്ങിന് ട്രെയിനിങ് ഒക്കെ ആയിരുന്നു. ഇതിന് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കൺസെൻറ്റ് ഫോം ഒക്കെ വായിച്ച് സൈൻ ചെയ്യണമെന്ന് ഇവർ പറഞ്ഞായിരുന്നു. അത് വായിച്ചപ്പം എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി സ്കൂബ ഡൈവിങ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഇവർ പറഞ്ഞത്. ചില ഹെൽത്ത് കണ്ടീഷൻസും ഉണ്ട്. അങ്ങനെ എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ചേട്ടായും പോകുന്നില്ലെന്ന് ആദ്യം പറഞ്ഞു. എന്നാലും ഞാൻ ഉന്തിത്തള്ളി വിട്ടു. നമ്മൾ കാരണം അങ്ങനെ ഒരാളുടെ ആഗ്രഹം വേണ്ടെന്ന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ സ്കൂബയ്ക്ക് പോകാൻ പറ്റാത്തതിൻ്റെ വിഷമം ഞാൻ കുറേ നേരം കയാക്കിങ് ചെയ്ത് കടിച്ചമർത്തി. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ഗ്ലാസ് ബോട്ട് റൈഡായിരുന്നു. ഈ ഗ്ലാസ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം, നടുക്കൊരു ഗ്ലാസ്. ഈ ബോട്ട് ഓടിക്കുന്ന ചേട്ടന്മാർക്ക് കറക്റ്റ് ആമകളും മീനും കൂടുതലുള്ള സ്ഥലം എവിടെയെന്നൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ ഏരിയയിൽ തന്നെ ബോട്ട് കുറേ നേരം കടന്ന് റൗണ്ട് അടിക്കും. ഇവർ ആ ഏരിയയിൽ തന്നെ നിർത്താൻ വേണ്ടി ആ ചേട്ടന്മാരെ തീറ്റിയിട്ട് കൊടുക്കുന്നത് കണ്ടായിരുന്നു. അത് ഞങ്ങൾ എത്തിയത് കൽപ്പറ്റ ഐലൻഡിലേക്കാണ്. ഇവിടെ ആൾത്താമസമൊന്നുമില്ല കേട്ടോ, പക്ഷെ എന്നാൽ ഐലൻഡ് കാണാനും നല്ല രസമാണ്. റീൽസ് ഇടാൻ വേണ്ടിയാണ് കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തത്. പക്ഷേ ഈ വീഡിയോ കൊണ്ടൊന്നും ഞങ്ങൾക്ക് ഒരു റീൽസ് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഇവിടെ എങ്ങനെ കിടക്കട്ടെ. അങ്ങനെ അതിലെ കൂടെ കുറച്ച് നേരം തെരാപ്പാര നടന്നപ്പോഴാണ് ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ട് അവിടെ എന്താ സംഭവം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഓടിപ്പോയി. ആ പാറക്കലിൻ്റെ അടിയിൽ നിന്ന് ഒരു ചേട്ടൻ എല്ലാവർക്കും ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളോടൊന്ന് ഫോട്ടോ എടുത്തു, പക്ഷേ എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് രാത്രി ഞങ്ങളുടെ സൈക്കിൾ രണ്ടിനെടുത്ത് കുറച്ച് നേരം അതിലെ കൂടെ ഓടിച്ചു. അങ്ങനെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 1:30 ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.